രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആഘോഷങ്ങളുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കാളവേല കമ്മിറ്റി, ദേശവേല കമ്മിറ്റി ഭാരവാഹികൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വേലയുടെ സുഗമമായ നടത്തിപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പോലീസ് കമ്മിറ്റി ഭാരവാഹികളോട് വിവരിച്ചു. ചേലക്കര പോലീസ് ഇൻസ്പെക്ടർ ആർ സുജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഉത്സവം നടത്തുന്നതും അത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കേണ്ടതിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്വവും ചുമതലയും അമ്പല കമ്മിറ്റി, ദേശ കമ്മിറ്റി, ആഘോഷ കമ്മിറ്റി, പിന്നെ ഇനി എന്തൊക്കെ കമ്മിറ്റികളുണ്ടോ അത്തരം കമ്മിറ്റികളുടെ മാത്രം ഉത്തരവാദിത്വം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന പാലനം എന്നുള്ള ആംഗിളിൽ ഒരു പബ്ലിക് ഓർഡർ കൃത്യമായി കൊണ്ടുപോകുന്നതിന്, ഗതാഗത തടസ്സം ഉണ്ടാകാതെ കാര്യങ്ങൾ നോക്കുന്നതിന്, അവിടെ എന്തെങ്കിലും അടിപിടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നതിന്, സ്ത്രീകളുടെ മാല പൊട്ടിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാതെ നോക്കുക, ഇത്തരത്തിലുള്ള ഒരു ചുമതല മാത്രമാണ് പോലീസിനുള്ളത്. പോലീസ് ആ ആംഗിളിൽ മാത്രമാണ് പോലീസ് ഇടപെടുക. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്ര കമ്മിറ്റികൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൃത്യത പാലിക്കേണ്ടത് നിങ്ങളുടെ തന്നെയായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അമ്പലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അന്തിമഹാകാളൻകാവ് വേല കൃത്യമായി നടത്തി ഭംഗിയായി അവസാനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ചുമതല ഈ ഓരോ കമ്മിറ്റി ഭാരവാഹികൾക്കുമാണ്. അത് കൃത്യമായിട്ട്, അതല്ലാതെ പോലീസല്ല. പോലീസ് അവിടെ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളിൽ ഇടപെടുക, നിങ്ങൾ പബ്ലിക്കുമായിട്ട് തമ്മിലുണ്ടാകുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകുന്ന ഇടപെടുക, അനാവശ്യമായിട്ട് പബ്ലിക് ഇടയിൽ വന്ന് കിടന്ന് ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ ഇടപെടുക എന്ന രീതിയിലാണ് പോലീസിൻ്റെ ആംഗിൾ ഉണ്ടാവുക. അത് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാൻ, അല്ലാതെ പോലീസാണ് ഈ പരിപാടി നടത്തേണ്ടത് അല്ലെങ്കിൽ പോലീസാണ് ഈ പരിപാടി ഇങ്ങനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള രീതിയിലല്ല. അപ്പം ഒന്ന് നിങ്ങൾ കൃത്യമായി, ഞാൻ അതുകൊണ്ടാണ് അതിൽ നിങ്ങൾ ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു, ഇത്ര മണിക്ക് പുറപ്പെടും, ഇത്ര മണിക്ക് കയറും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സമയക്രമങ്ങൾ നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിശ്ചയിക്കാറില്ല, അല്ലെങ്കിൽ അതിനൊരു ചിട്ടയായിട്ട് ഞങ്ങൾ നടന്നു പോകുന്നതാണ്, അതിലൊരു കുഴപ്പം ഉണ്ടാവാറില്ല എങ്കിൽ ഓക്കെ, നമ്മൾ പറയില്ല സാറേ ഞങ്ങൾ ആദ്യത്തെ കയറേണ്ട ആൾക്കാർ ഇന്ന ആളാണ്, തൊട്ട് പുറകെ കയറേണ്ട ആൾക്കാർ ഇന്ന ആൾക്കാരാണ് എന്ന രീതിയിൽ അത് പോകുന്ന ഭാഗങ്ങൾ നമ്മളെ അറിയിക്കുക, ഇന്ന ആൾക്കാരാണെന്ന് പറയുക. അതിലെന്തെങ്കിലും തർക്കം വരുമ്പോൾ പോലീസ് ഇടപെടും. ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ പറഞ്ഞ ഭാഗം, ഇപ്പോൾ ട്രാഫിക് ഗതാഗത കുരുക്കുണ്ടാകുന്ന രീതിയിൽ വരുന്നവർക്ക് സുഗമമായിട്ട് കാണാനും മറ്റും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇതിലാണ് പോലീസ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വിശ്വാസവും ആചാരവും അതിൻ്റെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് വരുന്നത്. അല്ലാതെ തൻപ്രമാണിത്തം കാണിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക രാഷ്ട്രീയപരമായ ചായ്വുകൾ കാണിക്കുന്നതിനോ അതിൻ്റെ അപ്രമാദിത്വം കാണിക്കുന്നതിനോ വേണ്ടിയുള്ളതല്ല. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് നിൽക്കാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ച് പറയാം. ഞങ്ങളാണ് പ്രമാണിമാർ, സ്വാഭാവികമായിട്ട് അതുണ്ടോ. ഇപ്പോൾ എത്രയൊക്കെ നമ്മളിവിടെ ഇരുന്ന് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകുന്ന പോലെയല്ല. അന്നത്തെ ദിവസം പ്രത്യേകിച്ച് മേളവും ഘോഷവും ഇതൊക്കെ ആയിട്ട് ആൾക്കൂട്ടവും ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് പലർക്കും ആവേശം കയറും, അവനവൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾ കയറും, പലപ്പോഴും കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അതുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലൊക്കെ ഒരേപോലത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ദയവ് ചെയ്ത് രാഷ്ട്രീയം അതിലേക്ക് കലർത്തരുത്. അത് കൃത്യമായിട്ട് പറയുകയാണ്. കാരണം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളോ നമുക്ക് പരിഹരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കർശനമായ കേസുകൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള പക്ഷപാതപരമായിട്ടുള്ള ഒരു സമീപനവും ഉണ്ടാവില്ല. അത് ആരൊക്കെയാണോ അതിൽ ഉൾപ്പെട്ടതായിട്ട് പോലീസിന് കൃത്യമായിട്ട് ബോധ്യമായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കേസുകൾ, വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള വകുപ്പുകൾ വരുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലീസ് ഒരു പിന്നോക്കാവസ്ഥ സ്വീകരിക്കുന്നതല്ല. സ്വാഭാവികമായിട്ടും ഒരു ഉത്സവം നടത്തി, നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷം നടത്തി, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരും വർഷങ്ങളിൽ മുഴുവൻ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ഒന്നാമതായി വേണ്ടത് നടത്തിപ്പുകാർക്കുള്ള മേൽക്കൈയാണ്. അവർ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ടുപോകാവുന്ന രീതിയിൽ കൊണ്ടുപോകണം. ഇപ്പോൾ അതാണ് എനിക്ക് നിങ്ങളെല്ലാവരും ആദ്യം പറഞ്ഞു ഞങ്ങൾക്കൊരു കണക്കൂല്ല സാറേ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റാതെ വരുന്ന ഒരു ഭാഗം അതാണ്.
കാരണം ഇപ്പോൾ എൻ്റെ സ്റ്റേഷനിലെ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്റ്റേഷനിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. അങ്ങനെയാകുമ്പോഴേ ഞാനതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വേല കമ്മിറ്റി ഭാരവാഹികൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ദേശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു സാമാന്യമായിട്ടുള്ളൊരു ധാരണയും ഒരു നിയന്ത്രണവും വേണം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ കമ്മിറ്റിയിലെ ഭാരവാഹികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം വഹിക്കുന്നതിലോ ഒരു യുക്തിയില്ലല്ലോ. ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ നടന്ന് അവരവർക്ക് തോന്നുന്ന പോലെ നടത്തുന്നില്ല. നമുക്കൊരു ചിട്ട വേണം, എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്. പിന്നെ 2, ആഘോഷം നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പ്രധാന വേലകൾ വന്നു പോകുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മെയിൻ റോഡ്. അന്നത്തെ ദിവസം ആഘോഷം എന്നുള്ള രീതിയിലാണ് നമ്മൾ പല ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ദയവ് ചെയ്ത് പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പല ദിക്കുകളിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് കമ്മിറ്റി, കാരണം എന്താണെന്ന് വെച്ചാൽ വന്ന് കാഴ്ചക്കാരായി വരുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ഇതില്ല. അവർക്ക് കാഴ്ച കഴിഞ്ഞാൽ രസിക്കുക, അവിടെ അടികൂടുകയാണെങ്കിലും ശരി കുഴപ്പമില്ല, വേല നടക്കുകയാണെങ്കിലും ശരി കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലും ശരി, തർക്കങ്ങളുണ്ടെങ്കിലും ശരി കുഴപ്പമില്ല, എന്നിട്ട് അവർ കാണും, അത് കഴിഞ്ഞാൽ പോകും. പക്ഷേ കമ്മിറ്റി ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യ സംഘാടകരായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് ഭംഗിയായിട്ട് കൊണ്ടുപോകണം, വിഷയങ്ങളില്ലാതെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഉത്തരവാദിത്വം അവർക്കുണ്ടാവണം. അപ്പോൾ പബ്ലിക്കിന് കൂടുതൽ, ഇപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ നാട്ടിലെ വേലയാണ്, നിങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഞങ്ങളുടെയൊക്കെ ആഘോഷം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് തൻപ്രമാണിത്വം നമുക്ക് നമ്മുടെ ദേശത്തുണ്ടാകുമ്പോൾ നമുക്ക് കാണിക്കാം, 4 ആൾ കൂടുമ്പോൾ കാണിക്കുക. നമ്മൾ വേറൊരിടത്ത് ചെന്ന് നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോൾ വേറൊരിടത്ത് ചെന്ന് നമ്മൾ ഹെൽഡപ്പ് ആകുമ്പോഴായിരിക്കും ഈ മൊത്തം സിസ്റ്റത്തെയും നമ്മൾ പഴിക്കുന്ന ഒരു ഭാഗമാണ്. എന്ത് കാര്യം ഒരു അത്യാവശ്യ കാര്യത്തിന് പോകാൻ പറ്റില്ല എന്ന് പോവുകയാണ്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ അന്നത്തെ ദിവസം പലരും ഇത് കാണിക്കില്ല, അല്ലേ? അപ്പോൾ അത് ഒന്ന്, ഗതാഗത ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ എല്ലാ കമ്മിറ്റിക്കാരും അതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ രാഷ്ട്രീയ ചായ്വുകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. പിന്നെ പരമാവധി പിന്നെ എപ്പോഴും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ നിയന്ത്രണാധികാരമുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട, കാരണം എന്താ വെച്ചാൽ ഒരു ആഘോഷ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമോ അല്ലെങ്കിൽ അവിടുത്തെ ചിലപ്പോൾ കാണികളുമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ പോലീസ് അതിൽ ഇടപെട്ട് സംസാരിക്കാനായിട്ട് വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെയും കാണില്ല. അവിടെ ഈ എന്താ പറയുക, കണ്ടുനിന്നവനൊക്കെ വെളിച്ചപ്പാടാകുക എന്ന് പറയുന്ന രീതിയിൽ അവരൊക്കെയാണ് എന്താ അവിടെ നിർത്തിയാൽ എന്താ, കളിച്ചാൽ എന്താ, കൊണ്ടുപോയാൽ എന്താ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന പോകണ്ടാവും. അപ്പോൾ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരും ചിലപ്പോൾ പറയാൻ പറ്റില്ല, വീര്യം കൂടിയ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവർക്കും പറഞ്ഞാൽ തിരിയില്ല. അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിപ്പുകാർ ആ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. കാരണം പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.